ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്നത്തെ ലീവ്സ് പേഴ്സോണയിൽ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഇവിടുത്തെ ഒരു ഓക്ലൻഡിൽ സ്ഥിതി ചെയ്യുന്ന വെസ്റ്റേൺ സ്പ്രിങ്സ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇതൊരു റെയിൽവേ മ്യൂസിയം കൂടിയാണ്. മാത്രമല്ല നമ്മൾ ഇവിടെ ഒരു ട്രാമിൽ നമ്മളൊരു ട്രിപ്പ് കൂടി നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേര് മൊട്ടാറ്റ് എന്നാണ്. മ്യൂസിയം ഓഫ് ടെക്നോളജി ആൻഡ് ട്രാൻസ്പോർട്ട് എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഈ ട്രാം ട്രിപ്പ് നമ്മൾക്ക് ഈ മ്യൂസിയത്തിലോട്ടുള്ള എൻട്രി എടുക്കുമ്പോൾ തന്നെ ഈ ട്രാം ട്രിപ്പ് നമുക്ക് ഫ്രീ ആയിരിക്കും. അങ്ങനെ അപ്പോൾ നമ്മൾ പോയ സമയത്ത് സ്കൂൾ ഹോളിഡേയ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കിഡ്സിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് അവർ ഒത്തിരി കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി വന്നിട്ട് ബബിൾസും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാ ഒരു മ്യൂസിയത്തിൻ്റെ പുറത്ത് മൊത്തം ബബിൾസ് ആയിരുന്നു. അത് കാരണം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു മ്യൂസിയത്തിലേക്ക് നമ്മൾ ആദ്യം ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഒരു അഡൽട്ടിന് വന്നിട്ട് ടിക്കറ്റ് വരുന്നത് $19 പിന്നെ അതുകൂടാതെ തന്നെ ഫാമിലി പാസും ആനുവൽ പാസും ഒക്കെ ഉണ്ട്. പിന്നെ എസ്പെഷ്യലി കുട്ടികളുള്ളവർക്ക് അവർക്ക് ഇടയ്ക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ ലേൺ ചെയ്യാൻ പറ്റും. നമ്മളുടെ പണ്ടത്തെ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചിരുന്ന ഓഡിയോ, വീഡിയോ, അങ്ങനത്തെ ഒത്തിരി പണ്ടത്തെ ടെലികമ്മ്യൂണിക്കേഷൻ ഡിവൈസസിനെ കുറിച്ചും പിന്നെ പണ്ടത്തെ സ്റ്റീം എൻജിൻ, എങ്ങനെയാണ് റെയിൽവേ ട്രെയിൻസൊക്കെ വർക്ക് ചെയ്തിരുന്നത്, അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പഠിക്കാനായിട്ടും വളരെ നല്ല ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. ഇപ്പോൾ ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാമല്ലോ, ഓഡിയോ, ക്യാമറ, ഫോൺസ്, കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ ഇതിൽ ഡിസ്പ്ലേ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഇവർ എക്സിബിറ്റും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിള്ളേർക്ക് പഠിക്കാനായിട്ട് വളരെ നല്ലൊരു അവർക്ക് കുറച്ചും കൂടി ടെക്നോളജീനെ കുറിച്ച് കൂടുതൽ അറിയാനും കൂടി സാധിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ മൊട്ടാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ മ്യൂസിയവും ഒരു 6 ഹൗസസ് പോലെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട് എക്സിബിഷന് വേണ്ടി മാത്രം. അപ്പോൾ നമ്മൾ ഓരോ ഹൗസിലൂടെയും നമ്മൾ നടന്ന് അവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാമായിരുന്നു. പിന്നെ പണ്ടത്തെ സൗണ്ടിന് കാര്യങ്ങളും ഓരോ ടെലികമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചിരുന്ന പ്രിൻറ്റേഴ്സ്, അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതെല്ലാം വായിച്ചും അതിൻ്റെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞും അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ ഇതൊരു ഡിവൈസാണ്. നമ്മൾ ബൈനറി ലാംഗ്വേജിൽ നമുക്ക് നമ്മുടെ ഏജ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതിൽ കൊടുക്കുമ്പോൾ നമ്മളുടെ ആക്ച്വൽ ബൈനറി ഏജ് ഇതിൽ കാണിക്കും. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒത്തിരി ടൈപ്പ് ഓഫ്, പിന്നെ നമുക്ക് കാൽക്കുലേറ്റർ, അങ്ങനെ പണ്ട് ആൾക്കാർ എങ്ങനെയാണ് കാൽക്കുലേറ്ററും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് എന്നൊക്കെയുള്ള ഹിസ്റ്ററിയും എല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു കാൽക്കുലേറ്ററാണ്. ഇതൊരു സ്ലൈഡിങ് റൂൾ കാൽക്കുലേറ്ററാണ്. അപ്പം നമുക്ക് ഏത് സംഖ്യയിലാണ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അവിടെ നമ്മൾ ഈ റൂളർ കൊണ്ട് സ്ലൈഡ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് അവിടെ ഡിസ്പ്ലേയിൽ കാണിക്കാൻ പറ്റും. അപ്പോൾ പണ്ട് കാലത്ത് ആൾക്കാർ എങ്ങനെയാണ് ഈ കാൽക്കുലേറ്ററൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ തന്നെ ആളുകൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു മാർഗം കൂടിയാണിത്. അപ്പോൾ അതെല്ലാം ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. നമ്മളതെല്ലാം എക്സ്പീരിയൻസ് ചെയ്തു. പിന്നെ നമ്മളിവിടെ കണ്ടൊരു കാര്യമാണ്, നമ്മൾ പണ്ടത്തെ കറക്കണ ഫോണില്ലേ, നമ്മൾ പണ്ടത്തെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. എൻ്റെ വീട്ടിലൊക്കെ സാധാരണ ഡയൽ ചെയ്യുന്ന ഫോണായിരുന്നു. ഇതിങ്ങനെ ഞെക്കിയിട്ട് കറക്കണ ഫോൺ. അപ്പോൾ അതിലവർ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ നമ്പറിൽ വിളിക്കുമ്പോൾ അപ്പുറത്തെ ഫോൺ ബെല്ലടിക്കും. അപ്പോൾ നമുക്ക് അതിലൂടെ സംസാരിക്കാം. പിന്നെ വന്നിട്ട് കുറേ ടൈപ്സ് ഓഫ് പണ്ടത്തെ വെഹിക്കിളിൻ്റെ എക്സിബിഷനായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ നിന്ന് നമ്മൾ ഫോട്ടോസൊക്കെ കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ പണ്ടത്തെ എൻജിൻസും പണ്ടത്തെ ടൈപ്പ് കാറും കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടു. പണ്ടത്തെ മോഡൽ കാറുകൾ എല്ലാം കണ്ടായിരുന്നു. സ്കൂൾ ഹോളിഡേയ്സ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി കിഡ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഓക്ലൻഡിലുള്ള എല്ലാവരും വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണിത്.
ഞാൻ ഇതിനു മുമ്പ് ഒരു വട്ടം വന്നിട്ടുണ്ട്, പക്ഷെ ആ ടൈമിൽ വീഡിയോസൊന്നും എടുത്തില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. പിന്നെ ഇതൊരു ബൈക്കാണ്. ഇതിൻ്റെ ഇലക്ട്രിക് ബൈക്കാണ്. ഇതിൻ്റെ സ്പീഡ് വന്നിട്ട് 50 കിലോമീറ്ററാണ് പെർ അവർ. മാക്സിമം സ്പീഡ് വരുന്നത് 50 കിലോമീറ്റേഴ്സാണ്. പിന്നെ പണ്ടത്തെ ഒത്തിരി വാഹനങ്ങൾ ഇതൊക്കെ കണ്ടു. പിന്നെ നമുക്ക് ഈ ഒരു കാറിൻ്റെ ഉള്ളിലിരുന്ന് നമുക്ക് ഡ്രൈവ് ചെയ്യാം. അപ്പോൾ നമുക്കതിൻ്റെ മുമ്പിലുള്ള സ്ക്രീനിൽ നോക്കുമ്പോൾ ശരിക്കും നമ്മൾ ഡ്രൈവ് ചെയ്യുന്നൊരു ഫീല് കിട്ടും. പിന്നെ ഇതൊരു മെർക്കുറി ആർക്ക് റെക്ടിഫയർ ആണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഹൈവേയുടെ ഉള്ളിൽ കൂടെ, ആ ടണലിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നൊരു ഫീല് കിട്ടും. അപ്പോൾ ആദ്യമായിട്ട് ഡ്രൈവ് ചെയ്യുന്നവർക്കൊക്കെ ഉള്ള നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മൾ കണ്ടത് അവിടെ ഒരു വിർച്വൽ റിയാലിറ്റിയുടെ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു. നമ്മളതെല്ലാം ചെയ്ത് നോക്കി. പിന്നെ വന്നിട്ട് ഇവിടെ സ്റ്റീം എഞ്ചിനും പമ്പ് ഹൗസൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടു. അപ്പോൾ ഇതൊക്കെ ശരിക്കും നടന്ന് തന്നെ കാണേണ്ട കാഴ്ചകളാണ് കേട്ടോ. നമ്മൾ ഇവിടെ വന്നാൽ മാത്രം നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളും ആണിത്. പിന്നെ നമ്മൾ ചെല്ലുന്ന സമയത്ത് ഇവർ ആക്ച്വലി എഞ്ചിനും കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ പുകയും ഇതെല്ലാം പോകുന്നത് കാണാം മുകളിൽക്കൂടെ. അപ്പോൾ ഇവരിത് ഡെയിലി മെയിൻറ്റെയിൻ ചെയ്ത്, ഇത് പണ്ടത്തെ കാലത്തൊരു എൻജിനാണ്. അപ്പോൾ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് ഇപ്പോഴും ഇവർ ഈ ഒരു മ്യൂസിയത്തിൽ സൂക്ഷിക്കുവാണ്. അപ്പോൾ ഈ എൻജിൻ്റെ പേരാണ് ബീം എൻജിൻ. അപ്പോൾ അതെല്ലാം ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മൾ പമ്പ് ഹൗസിലാണ് കാണുന്നത്. അവിടെ ഡീസൽ എൻജിൻ, സ്റ്റീം എൻജിൻ, അങ്ങനെ ഒത്തിരി ടൈപ്സ് ഓഫ് എൻജിൻസ് കാണാം. പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ആളുകളുണ്ട്. അവരിതിൻ്റെ ഫുൾ ഓപ്പറേഷൻ നമുക്ക് പറഞ്ഞു തരും. നമുക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇത് ആക്ച്വലി വർക്കിംഗ് ആയിട്ടുള്ളൊരു എൻജിനാണ്, അല്ലാതെ ചുമ്മാ വർക്ക് ചെയ്യാത്തൊരു എൻജിൻ കൊണ്ടൊന്നല്ല. അവരിത് ശരിക്കും നമ്മളെ പ്രവർത്തിപ്പിച്ച് കാണിച്ചു തരും എങ്ങനെയാണ് ഈ ഒരു എൻജിൻ്റെ വർക്കിങ്ങും മെത്തേഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് സ്റ്റീം എൻജിൻ. അപ്പോൾ ഇതൊക്കെ ഒത്തിരി നേരം അവരുടെ പറയണതും ഇതെല്ലാം കേട്ടു. അപ്പോൾ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. പിന്നെ ഈ ഒരു ഗൈഡ് നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുമായിരുന്നു. എവിടെ നിന്നാണ് ഈ എൻജിൻ്റെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യണത്, എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഇതിൻ്റെ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പറേഷൻ, എല്ലാ കാര്യങ്ങളും ഇവർ ഫുൾ തറോ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും കേട്ടോ. അങ്ങനെ എൻജിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അവിടെ ഇങ്ങനെ ഒരു പ്രത്യേക തരത്തിൽ വേഷമൊക്കെ ധരിച്ച് കിഡ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ ബബിൾസ് ഒരാളിങ്ങനെ ഉണ്ടാക്കി വിടുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുട്ടികളൊക്കെ കളിച്ചു. പിന്നെ അവിടെ കുട്ടികൾക്ക് വരയ്ക്കാനും ഡ്രോയിങ്ങിനും അങ്ങനത്തെ ഒത്തിരി സംഭവങ്ങൾ ഒക്കെ അവരെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെ എൻ്റർടൈൻ ചെയ്യാവുന്ന കാര്യങ്ങൾ. പിന്നെ ഇത് പണ്ടത്തെ പ്രിൻറ്റേഴ്സ് കാര്യങ്ങളൊക്കെയാണ്. അത് വേറൊരു റൂമിലാണ് ഇത് എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളിങ്ങനെ കുറച്ചും കൂടി മുമ്പോട്ട് പോയപ്പോൾ ഇവിടെ വലിയ ബബിൾസ് ഉണ്ടാക്കിയേക്കണം കണ്ടു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആക്ച്വലി നമ്മളെ ഇതിൻ്റെ ഉള്ളിൽ കയറ്റി നിർത്തി നമ്മളുടെ ചുറ്റും ഇങ്ങനെ ബബിൾസ് ഉണ്ടാക്കി വിടും. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. അപ്പോൾ ഓരോ ആളുകളൊക്കെ അവിടെ പോയിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും ചെയ്തു. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഈ ബബിൾസ് ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ ഒത്തിരി വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇവിടെയായിരുന്നു. അപ്പോൾ നമ്മളും അങ്ങനത്തെ കാര്യങ്ങളും ഒത്തിരി ആളുകൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഈ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ കയറി നിൽക്കണം. എന്നിട്ട് അവർ നമ്മുടെ ചുറ്റും ഈ ഒരു ബബിൾ ഇങ്ങനെ ഉണ്ടാക്കും. പിന്നെ ആദ്യത്തെ പ്രാവശ്യം ഒന്നും ഉണ്ടാക്കുമ്പോൾ ശരിയാവണമെന്നില്ല. പിന്നെയും നമ്മൾ 1-2 പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് നമ്മളെ കവർ ചെയ്യുന്ന ബബിൾസ് കിട്ടും. അപ്പോൾ അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ബബിൾസ് എല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ പോയത് ഒരു ഫയർ എൻജിൻ സ്റ്റേഷനിലേക്കായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഫയർ ബ്രിഗേഡ് വെഹിക്കിൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും എല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു
സ്കൂള്, പണ്ടത്തെ ഒരു സ്കൂളിൻ്റെ ഒരു ഫോമാറ്റ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കയറി കണ്ടു. പിന്നെ നമ്മൾ ചെന്നപ്പോഴായിരുന്നു എൻ്റെ പൊന്നോ ഒന്നും പറയണ്ട, കുറേ ബബിൾസ്, ഫുൾ ബബിൾസ് ആയിരുന്നു നമ്മൾ ചെന്ന ദിവസം മൊത്തം. നമ്മൾ ചെറിയ ചെറിയ ബബിൾസൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയ്ക്കും വലിയ ബബിൾസ് ഇത് ആരെ ഉണ്ടാക്കണേന്ന് നോക്കിയപ്പോൾ ചെറിയ കുട്ടികളാണ് ഇവിടെ. പിന്നെ കൂടുതലും നമ്മൾ ചൈനീസ് പിള്ളേരെ ആയിരുന്നു കൂടുതൽ കണ്ടിരുന്നത്. അപ്പോൾ അവരിങ്ങനെ ഈ ഒരു ബബിൾസ് ഉണ്ടാക്കാനുള്ള ലോഷൻ അവിടെ ഇങ്ങനെ നിറച്ച് വെച്ചേക്കാണ് കിഡ്സിനെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ കിഡ്സിന് അവിടെ പോയിട്ട് ആ ഒരു ത്രെഡും ഈ സ്റ്റിക്കും എടുത്തിട്ട് അവരിങ്ങനെ അവിടെ ഉണ്ടാക്കി കളിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഭയങ്കര അവിടെ തന്നെ നമ്മൾ കുറേ നേരം സ്പെൻഡ് ചെയ്തു, കാരണം കുറേ പിള്ളേരായിരുന്നല്ലോ. അപ്പോൾ അവർ പല ഷേപ്പിലും പല രീതിയിലും ഒക്കെയുള്ള ബബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അതൊക്കെ കണ്ടിരിക്കാൻ തന്നെ നല്ലൊരു രസമായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നടന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഒരു ട്രാം വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ട്രാം ഓൾറെഡി ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ ട്രാമിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ ഈ ഒരു ട്രാം വന്നിട്ട് മെൽബണിൽ ഉണ്ടാക്കിയ ട്രാമാണ്. 1942 ആ ഒരു ട്രാം ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് ന്യൂസിലൻഡിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ ഓക്ലൻഡിൽ വെസ്റ്റേൺ സ്പ്രിങ്സിൽ അവർ സർവീസ് ചെയ്യുവാണ്. അപ്പോൾ അത് ഈ ഒരു വെസ്റ്റേൺ സ്പ്രിങ്സിന് ചുറ്റും സൂ ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ ഉള്ള സ്റ്റോപ്പ് പോലെ സൂ, വെസ്റ്റേൺ സ്പ്രിങ്സ്, അങ്ങനെ മൊട്ടാറ്റ്, അങ്ങനെ ഡിഫറെൻറ്റ് ഡെസ്റ്റിനേഷനിലേക്ക് ഈ ഒരു ട്രാം പോവും. ട്രെയിൻസിൽ TTR ഉള്ള പോലെ തന്നെ ഈ ഒരു ട്രാമിലും അങ്ങനെ ഒരാളുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ എല്ലാവരുടെ അടുത്ത് വന്ന് ടിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ടിക്കറ്റ് ഇല്ലെങ്കിൽ നമുക്കവർ ഒരു ചെറിയൊരു ടിക്കറ്റ് തരും. അപ്പോൾ അതെല്ലാം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ നമ്മുടെ ട്രാം യാത്ര കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ നമ്മൾ അവിടെ ഒരു പുറത്തോട്ട് ഇറങ്ങി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഈ റെയിൽവേ ഈ ട്രാമിൻ്റെ സ്റ്റോപ്പിൽ ഒത്തിരി ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അടുത്ത ട്രാം വന്നു. പിന്നെ ഇതിൽ ഒത്തിരി ആളുകളുണ്ട്, കാരണം ഇതാ അവിടുത്തെ ലാസ്റ്റ് ട്രിപ്പായിരുന്നു. അപ്പോൾ എല്ലാവർക്കും മൊട്ടാറ്റിൻ്റെ ഈ ഒരു വിശേഷങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും കീപ് സപ്പോർട്ടിങ്. താങ്ക്സ് ഫോർ വാച്ചിങ്.